സൈഡ്. എന്റെ അടുത്ത് അന്നത്തെ ഫോൺ തന്നെ ലെനോവോ A316i ആയിരുന്നു. അത് ആ ഫോൺ എന്ന് വെച്ചാൽ എന്റെ ഉപ്പ എന്നോട്, എന്റെ പേരൻസ് സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ, അപ്പൊ ഉപ്പ എന്നോട് പറഞ്ഞു നീ സ്കൂൾ കഴിഞ്ഞ് കോളേജ് പോണ വരെ നിനക്ക് ഫോൺ തരില്ല. സെമീർ എത്രാം ക്ലാസ്സാണ് നിന്റെ ഫസ്റ്റ് ഫോൺ? 7ാം ക്ലാസ് ഫോൺ കിട്ടിയാണ്. 6ാം ക്ലാസ്. വീട്ടില് വർക്കിംഗ് പാരന്റ്സ് ആയിട്ട് ഇവന്റെ ഉമ്മ വർക്കിംഗ് പാരന്റ്സ് ആണ്, പക്ഷെ ഇവന്റെ കൂടെ ഇവന്റെ അതെ എന്റെ ഉമ്മ ടീച്ചർ ആയതുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നൊക്കെ ഒരുമിച്ചാണ്. എന്റെ വീട്ടില് പേരന്റ്സ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി സിറ്റുവേഷന് വേണ്ടി ആദ്യം എന്റെ അടുത്ത് ഒരു നോക്കിയ ഫോണായിരുന്നു. പിന്നെ കാക്ക നാട്ടിൽ പോയപ്പോ കാക്കന്റെ S3 എനിക്ക് തന്നു, ഞാൻ അപ്ഡേറ്റ്. അപ്പൊ എന്റെ ഉപ്പ പറഞ്ഞിരുന്നു എന്നോട് നീ കോളേജിൽ പോകുന്നവരെ എനിക്ക് ആ ഫോൺ തരില്ല, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ അങ്ങനെ എന്റെ അങ്കിള് ഉണ്ട് നാട്ടില്, എന്റെ അങ്കിളിന് ഉപ്പ ഫോൺ ഗിഫ്റ്റ് കൊടുത്തു. എന്റെ അങ്കിളിന് ഉപ്പ ഫോൺ ഗിഫ്റ്റ് കൊടുത്തു. അതൊരു ലെനോവോ ഫോൺ ആയിരുന്നു. അത് ലെനോവോയിൽ ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ഫോൺ ആയിരുന്നു ഗിഫ്റ്റ് കൊടുത്തത്. ആ ഫോൺ വാങ്ങിച്ചാൽ ഈ ഫോൺ ഫ്രീ ആയിരുന്നു. അപ്പൊ നീ ആലോചിക്കണം ഈ ഫോണിന്റെ ഒരു റേഞ്ച് എത്ര, ഫ്രീ ആയി കൊടുക്കുന്ന ഒരു ഫോൺ. എന്നിട്ട് ഈ ഫോണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് റെയർ ക്യാമിന്റെ ക്വാളിറ്റി ഉണ്ട്. 3.5 മെഗാ പിക്സൽസ് ആയിരുന്നു. ഫ്രണ്ട് ക്യാമിന്റെ ക്വാളിറ്റി എത്രയാണെന്ന് ചോദിക്കും. 1 ആണോ? ഫ്രണ്ട് ക്യാം ഇല്ല. എത്ര 500 MB റാം. അതില് പിന്നെ സ്റ്റോറേജ് 4 GB ഇന്റേണൽ സ്റ്റോറേജ്, അതില് 2.5 GB സിസ്റ്റം സ്റ്റോറേജ്, പിന്നെ 16 GB വരെ മാക്സിമം SD കാർഡ്. പക്ഷെ 16 ഒന്നും ഇതിന് താങ്ങാനുള്ള കെൽപ്പില്ല. അപ്പൊ 4 GB ഒക്കെ എക്സ്റ്റേണൽ സ്റ്റോറേജ് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഫോൺ ഞാൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ആ ഫോണിന്റെ ഡിസ്പ്ലേ അങ്ങ് സൈഡിലങ്ങ് ക്രാക്ക് ആയിരുന്നു, ഇങ്ങനെ പടരാനൊക്കെ തുടങ്ങി. പക്ഷെ ഏതാവട്ടെ അതായിരുന്നു എന്റെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ആ ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റാൻ ഫോണിനെ കാട്ടി ഫ്രീ കിട്ടിയ സാധനല്ലേ.